Hi cool moms and dads, welcome to Mama Cool. ഇന്നത്തെ വീഡിയോ ഒരു ബേബി വെയിറ്റ് ചാർട്ടാണ്. അപ്പോൾ വെയിറ്റ് ചാർട്ട് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പലർക്കും തോന്നും ഈ വീഡിയോ ഇതിനു മുമ്പ് ഈ ചാനലിൽ ഷെയർ ചെയ്തിട്ടുള്ളതാണല്ലോ എന്ന്. തീർച്ചയായിട്ടും നമ്മൾ പണ്ട് ബേബി വെയിറ്റ് ഗെയിനിങ് സീരീസ് നടത്തിയിരുന്നില്ല. ആ സമയത്ത് ബേബി വെയിറ്റ് ചാർട്ട് നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ വീഡിയോയ്ക്ക് ഉണ്ടായിരുന്ന ഒരു പ്രോബ്ലം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അതിനകത്ത് ഒരു സ്പെസിഫിക് വെയിറ്റ് വച്ചിട്ടായിരുന്നു വെയിറ്റ് ഗെയിൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് പറഞ്ഞിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു വയസ്സ് വരെയുള്ള കുട്ടികളുടെ വെയിറ്റ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തന്നെ അന്ന് തന്നെ ഞാൻ വിചാരിച്ചതായിരുന്നു ശരിക്കും ഒരു 10 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വെയിറ്റ് ഗെയിൻ കണ്ടുപിടിക്കുന്ന ഒരു വെയിറ്റ് ചാർട്ട് ഷെയർ ചെയ്യണമെന്ന്. പിന്നെ അതുപോലെ തന്നെ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള ഒരു വെയിറ്റ് ചാർട്ടും ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് തന്നെ നമ്മുടെ കുട്ടികളുടെ വെയിറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു വെയിറ്റ് ചാർട്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ എല്ലാവരും ഹോസ്പിറ്റലിൽ തന്നെയാണ് ഡെലിവറി നടത്തുന്നത്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ കുട്ടികളുടെ ബർത്ത് വെയിറ്റ് ഉണ്ടാകും. അപ്പോൾ ആ ബർത്ത് വെയിറ്റ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കുട്ടിക്ക് ശരിയായ രീതിയിലുള്ള വെയിറ്റ് ഗെയിൻ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. പിന്നെ ഞാൻ ഈ ബേബി വെയിറ്റ് ഗെയിനിങ് സീരീസ് തുടങ്ങിയ സമയത്ത് നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കുട്ടിക്ക് ചെറിയ തൂക്ക വ്യത്യാസങ്ങളൊന്നും ഉണ്ടെങ്കിൽ അതൊരു പ്രശ്നമാക്കേണ്ട കാര്യമില്ല. നമ്മുടെ കുട്ടി നല്ല ആക്റ്റീവ് ആണോ, അതുപോലെ തന്നെ ശരിയായ രീതിയിൽ മൈൽ സ്റ്റോൺസ് ഒക്കെ കറക്റ്റ് സമയത്ത് അച്ചീവ് ചെയ്യുന്നുണ്ടോ, പിന്നെ അതുപോലെ ഒരുപാട് അസുഖങ്ങൾ വരാത്ത കുട്ടികളാണോ, അങ്ങനെയൊക്കെ ഒന്ന് നോക്കിയാൽ മതി. ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ നമ്മുടെ കുട്ടിക്ക് ചെറിയ തൂക്കക്കുറവുണ്ടെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല. മിക്ക കുട്ടികൾക്കും ഈ ഒരു ഏജിൽ ഫുഡ് കഴിക്കാൻ മടിയായിരിക്കും. അതുപോലെ തന്നെ അവർ കഴിക്കുന്ന ഫുഡാണെങ്കിൽ ശരിയായ ന്യൂട്രിയൻസ് ഉള്ള ഫുഡ് അല്ലെങ്കിലും അവർക്ക് ശരിയായ രീതിയിൽ വെയിറ്റ് ഗെയിൻ നടക്കണമെന്നില്ല. പക്ഷേ നമ്മൾ മാക്സിമം വെയിറ്റ് ഗെയിനിങ് ഫുഡ് കൊടുക്കാൻ ട്രൈ ചെയ്യുക, അതുപോലെ കറക്റ്റ് സമയത്ത് അവരെ ഭക്ഷണം കഴിപ്പിക്കാൻ ട്രൈ ചെയ്യുക. ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വെയിറ്റ് നമുക്ക് ശരിയായ രീതിയിലാക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടിക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് കൊടുക്കുക. ചെറിയ പ്രായം മുതൽ നല്ല ആക്ടിവിറ്റീസ് കൊടുക്കുക. അപ്പോൾ അവർക്ക് തന്നെ വിശപ്പ് വരും. അതുപോലെ പാക്കറ്റ് ഫുഡ്, ബിസ്ക്കറ്റ് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കുട്ടിക്കൊന്ന് ഒഴിവാക്കുക. അപ്പോഴും കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു വിശപ്പും ഇൻട്രസ്റ്റും ഒക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഈ വെയിറ്റ് ചാർട്ടിനെ കുറിച്ച് കൂടുതലായിട്ട് നോക്കാം. അപ്പോൾ ഈ ചാർട്ട് അനുസരിച്ച് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുട്ടിയുടെ ബർത്ത് വെയിറ്റ് എടുത്ത് വയ്ക്കുക. എന്നിട്ട് 0 to 3 months അവർ ഒരാഴ്ച പെട്ടെന്ന് റാപ്പിഡായിട്ടുള്ള വെയിറ്റ് ഗെയിൻ ഉണ്ടാകും. അതായത് 170 gram to 210 grams വീതം ഓരോ വീക്കിലും കൂടും. അതായത് ഓരോ ആഴ്ചയിലും അവർക്ക് അത്രയും വെയിറ്റ് ഗെയിൻ ഉണ്ടാകും. എന്നിട്ട് പിന്നെ ആ കുട്ടി 5 മാസം ആകുമ്പോഴത്തേക്ക് ബർത്ത് വെയിറ്റിന് ഡബിൾ ആകും, അതായത് 2 ഇരട്ടിയാകും. പിന്നെ നമ്മൾ നോക്കേണ്ടത് 6 to 12 മാസത്തിൽ പിന്നെ 400 ഗ്രാമാണ് ഓരോ മാസവും കൂടാൻ പോകുന്നത്. അതായത് 5 മാസത്തിൽ ബർത്ത് വെയിറ്റിന് ഡബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 6 മാസത്തിൽ ആ കുട്ടിയുടെ വെയിറ്റ് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 400 gram വീതം കൂടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി ഈ 1 വയസ്സ് വരെ. പിന്നെ 1 വയസ്സാകുമ്പോഴത്തേക്ക് കുട്ടി 3 times ആകും ബർത്ത് വെയിറ്റിൻ്റെ, അതായത് 3 ഇരട്ടി ആയിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ നമുക്ക് ഇത്രയും വരെയുള്ള കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടിക്ക് ബർത്ത് വെയിറ്റ് 3 കിലോ ആയിരുന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ 1 മാസത്തിൽ നോക്കേണ്ടത് ഈ 3 കിലോയുടെ കൂടെ 170 gram വീതം ഓരോ ആഴ്ചയിലും കൂടുന്നുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 1 മാസം കറക്റ്റ് വെയിറ്റ് ഗെയിൻ ആയോ എന്ന് നോക്കാൻ പറ്റും. പിന്നെ അതുപോലെ 5 മാസത്തിൽ 6 kg ആകുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. 1 വയസ്സാകുമ്പോഴത്തേക്ക് 9 kg ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇത് നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തൂക്കത്തിന് വ്യത്യാസം ഉണ്ടാകും. പിന്നെ ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും വെയിറ്റ് ഗെയിനിൻ്റെ കാര്യത്തിൽ വ്യത്യാസം ഉണ്ടാകും. ബോയ്സിന് കുറച്ച് വെയിറ്റ് ഗെയിൻ കൂടുതലായിരിക്കും ഗേൾസിനെ അപേക്ഷിച്ച്. അപ്പോൾ അതൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്ക് കറക്റ്റായിട്ട് മൈൽ സ്റ്റോണൊക്കെ അച്ചീവ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ നല്ല ആക്റ്റീവാണ്. അസുഖങ്ങളൊന്നും വരുന്നില്ലെങ്കിൽ ചെറിയ തൂക്ക വ്യത്യാസമൊന്നും പ്രശ്നമല്ല. പക്ഷേ ഇതുപോലെ മൈൽ സ്റ്റോൺസ് ഒക്കെ സ്ലോയാണ്. അതുപോലെ ഒട്ടും കുട്ടി ആക്റ്റീവ് അല്ല. പിന്നെ എപ്പോഴും അസുഖം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഡോക്ടറുമായിട്ട് സംസാരിക്കേണ്ടതാണ്. കുട്ടിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിച്ച് അത് പരിഹരിക്കേണ്ടതുമാണ്. ഇനി നമ്മൾ 1 വയസ്സ് വരെയുള്ളതാണ് ഇപ്പോൾ നോക്കിയത്. ഇനി 2 വയസ്സാകുമ്പോൾ ഇതുപോലെ 4 times ആകണം ബർത്ത് വെയിറ്റിൻ്റെ, അതായത് 4 ഇരട്ടിയാകണം. 3 വയസ്സാകുമ്പോൾ അത് 5 ഇരട്ടിയാകണം. 5 വയസ്സാകുമ്പോൾ ഇനി ഞാൻ 4ഉം 6ഉം 8ഉം 9 ഇതിൻ്റെ ഇടയിൽ പറയുന്നില്ല, അത് കണ്ടുപിടിക്കാനുള്ള വഴി ഞാൻ പറയാം. പിന്നെ 5 വയസ്സാകുമ്പോൾ 6 times ആകണം. 7 വയസ്സാകുമ്പോൾ 7 times ആകണം. 10 വയസ്സാകുമ്പോൾ 10 times ആകണം എന്നാണ് പറയുന്നത്. ഇനി നോർമലായിട്ടുള്ള ഒരു കുട്ടി, അതായത് നോർമലായിട്ട് വെയിറ്റ് ഗെയിൻ നടക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഈ 2 ഇയറിനും 7 ഇയറിനും ഇടയിൽ
2 kg വീതം എല്ലാ വർഷവും കൂടും എന്നാണ് പറയുന്നത്. നമ്മളെപ്പോഴും നോക്കിയാൽ അറിയാം നമ്മുടെ കുട്ടി ആദ്യത്തെ ഒരു വെയിറ്റ് ഗെയിൻ വരുന്ന ആ ഒരു സ്പീഡിൽ പിന്നെയുള്ള വർഷങ്ങളിൽ വരില്ല. പിന്നെയുള്ള വർഷങ്ങളിൽ ഇത് സ്ലോ ആയിരിക്കും വരുന്നത്. അതിനുശേഷം പിന്നെ ഒരു ഏജ് വരുമ്പോഴത്തേക്ക് നന്നായിട്ട് കൂടും. നോർമലായിട്ട് വെയിറ്റ് ഗെയിൻ ഉള്ളൊരു കുട്ടിയാണെങ്കിൽ എല്ലാ വർഷവും 2 കിലോ വീതം കൂടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അത് കഴിഞ്ഞുള്ള വർഷങ്ങളിൽ ചിലപ്പോൾ അവർ 3 കിലോ വീതം കൂടും. അപ്പോൾ അങ്ങനെയാണ് ഈ വെയിറ്റ് ഗെയിൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 10 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ചാർട്ടാണ് ഇപ്പോൾ ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ചാർട്ട് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഞാനിപ്പോൾ ഇന്ന് പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണുന്നില്ല, അതും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും, വേഗം തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.